എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വാരാഹി നവരാത്രിയാണല്ലോ നടക്കുന്നത്. ഈ ഒരു സമയത്ത് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക വളരെ വിശേഷമാണ്. നാളെ പഞ്ചമി തിഥിയാണ്. പഞ്ചമി ദേവിയാണല്ലോ വാരാഹി ദേവി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുപോലെ അഷ്ടമിക്കും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നാളെ ഞായറാഴ്ചയും കൂടിയാണ്. നമ്മൾക്ക് വീട്ടിൽ ഉള്ള ദിവസമാണ്. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിലുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടേണ്ട ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ കാര്യം കൂടി ഒരുമിച്ച് നമ്മൾ ദേവിയോട് പറഞ്ഞിട്ട് അത് നടന്നില്ല ഇത് നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ഒരാഗ്രഹം പറയുക. ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ദേവിക്ക് പൂജകളും നമുക്കറിയാവുന്ന തരത്തിലുള്ള പൂജകൾ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക, നിവേദ്യങ്ങൾ സമർപ്പിക്കുക. ഇപ്പോൾ നമ്മളെ അടുത്തൊന്നും ചിലപ്പോൾ വരാഹി ദേവിയുടെ അമ്പലമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വളരെ ദുർലഭമായിട്ടുള്ള അമ്പലങ്ങളെ കേരളത്തിൽ ഉള്ളൂ. പുറത്താണ് വാരാഹി ദേവിയെ കൂടുതലായിട്ട് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ ഒരു ദിവസം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വാരാഹി ദേവിക്ക് ഇതിനു മുമ്പും വാരാഹി ദേവിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരിയുള്ള പൂജകൾ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം നമ്മുടെ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് എന്താഗ്രഹമാണോ നേടിയെടുക്കേണ്ടത് ആ ആഗ്രഹം ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുക. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യം നേരായ കാര്യമായിരിക്കണം. ആ കാര്യത്തിന് നമ്മൾ അർഹതപ്പെട്ടവരും ആയിരിക്കണം. അല്ലാണ്ട് നമുക്ക് മറ്റ് അതിമോഹങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യമേ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണോ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദേവി കേൾക്കാറുണ്ട്. വളരെ ക്ഷിപ്രപ്രസാദിയാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ദേവി പ്രസാദിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ന്യായമായ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. കാരണം ഈ ഒരു നവരാത്രി കാലത്ത് വളരെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി നമ്മുടെ ഏതൊരു ആഗ്രഹവും നടത്തി തരും. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളല്ലേ ഉണ്ടാവുക. എല്ലാം ദേവി നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും വേഗം തന്നെ നടന്നു കിട്ടട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.